നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ഇന്ന് വീണ്ടും ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുകയാണ്. കോട്ടുകൽ ക്ഷേത്രത്തിൽ അവിടെ ഉത്സവത്തിന് ഇടയിൽ ഗണഗീതം പാടിയെന്ന വിവാദം ശക്തമാവുകയാണ്. അതേസമയം വിവാദമല്ല, ദേശഭക്തി ഗാനമാണ് പാടിയത് എന്ന വിശദീകരണം ഒരു വശത്ത് വരുന്നുണ്ട്. ക്ഷേത്രങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദികളാക്കി മാറ്റുന്നതിനെതിരെ ശക്തമായ വിമർശനം വരുന്നു. ദേവസ്വം ബോർഡ് കർശന നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുന്നു. കോടതികൾ ശക്തമായ ഇടപെടലുകൾ ആവശ്യപ്പെടുന്നു. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പ്രധാനമായും ക്ഷേത്ര ഉപദേശക സമിതികളുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം പൊതുവേദി പ്രധാനമായി ആരായുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ എത്തുന്ന ട്രൂപ്പുകളെ എത്ര കണ്ട് നിയന്ത്രിക്കാനാകും, അതിൽ രാഷ്ട്രീയം കലരാതെ എത്ര കണ്ട് നോക്കാനാകും, ഇതൊക്കെയാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായും ഈ ഉത്സവ കമ്മിറ്റികളും അതുപോലെ ഉപദേശ സമിതികളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇന്ന് കൂടുതലായി കേൾക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ നമ്മുടെ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ശ്രീ മോഹൻദാസിന് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഗണഗീതം പാടി എന്ന ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞാണ്, നേരത്തെ ഞാൻ ഒരു കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു ഒരു 25 വർഷം മുമ്പ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാം. അപ്പോ എന്നെ നേരത്തെ 2 പരിപാടിയിൽ എന്നെ ഒഴിവാക്കി. അത് മനുവിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് സങ്കടമായി. ഒന്ന് ആ വഖഫിന്റെ, പിന്നൊന്ന് എമ്പുരാന്റെ. പശുപതി കൃഷ്ണാനു ഭട്ട് ഷേണായി എന്ന വെർബോസിറ്റി ഇല്ലാത്ത കാര്യമായിരിക്കും ഈ തർക്കിക്കുന്നവർക്ക് മുഴുവൻ സമയം കൊടുക്കും. അങ്ങനെയല്ല, അത് അങ്ങ് പൊതുവേദിയുടെ ആദ്യകാലം തൊട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. അത് വളരെ വ്യക്തവുമായ കാര്യമാണ്. നമ്മൾ പൊതുവേദിയിൽ ഒരു വലിയ പരാതി ഇങ്ങോട്ട് ഒഴുകുകയാണ്. കാരണം പൊതുവേദിയിലേക്ക് വിളിക്കാൻ കേരളത്തിന് പുറത്തുള്ളവർ, രാജ്യത്തിന് പുറത്തുള്ളവർ, അവർക്കൊക്കെയുള്ള ഏക മാർഗം എന്നതുകൂടി അതാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ആളുകൾക്ക് മാത്രമായി അവസരം ചുരുങ്ങിപ്പോകുന്നു. ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾ അഭിപ്രായം പറയുന്നു. അതല്ലാതെ ഇതൊരു ഇൻഫർമേറ്റീവ് പ്ലാറ്റ്ഫോം കൂടി ആക്കി കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നപ്പോൾ ഒരു ദിവസം ഞാൻ സ്ത്രീകൾക്ക് കൊടുത്തു. എമ്പുരാൻ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ദിവസം ഞാനത് എമ്പുരാൻ സിനിമ കണ്ടവർക്ക് ആ ഒരു അവസരം കൊടുത്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും ഒരേ ആളുകൾ തന്നെ അഭിപ്രായം എല്ലാ കാര്യത്തിലും, ഡൊണാൾഡ് ട്രംപ് തൊട്ട് ഗോപൻ സ്വാമി വരെയുള്ള വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരാതി ഭയങ്കരമായി ഉന്നയിക്കാൻ തുടങ്ങി. അവർക്കും കൂടി, കാരണം അവർ ഈ വിഷയത്തിൽ അവർക്ക് ആധികാരികമായ ചില അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങ് ഇപ്പോൾ ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് ആണെന്ന് എന്നോട് പറഞ്ഞു. സ്വാഭാവികമായി അങ്ങ് 25 വർഷം ഇതുപോലെ വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങേക്കറിയാം ഇതിൻ്റെ അനുഭവം. ഇത് അങ്ങ് പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഇതേ അനുഭവം ഇല്ലാത്ത ഒരാൾ ആകസ്മികമായി എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് അനുഭവമുള്ള ആളുകൾ പറയട്ടെ എന്നതാണ് അതിലെ കാര്യം. നന്നായി, ഞാൻ വിശ്വാസം ചെയ്തു. എനിക്കെന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം നന്നാവണം, അത്രേ ഉള്ളൂ. കാരണം അത് നന്നാവട്ടെ, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കാര്യം പറയാൻ ഒരു സമയം കളയുന്നില്ല. അപ്പോ ഞങ്ങൾ പോകുന്ന സമയത്തൊന്നും ഇങ്ങനെ ഇത്തരം വിവാദങ്ങളില്ല. കാരണം മതസൗഹാർദ്ദം നല്ലോണം ഒന്നുണ്ടായിരുന്നു. ഈ പാർട്ടിയുടെ അതിപ്രസംഗങ്ങളൊന്നുമില്ല, ഈ വീഡിയോ വാളില്ല, ഈ ഫ്ലക്സുകളൊന്നുമില്ല. ഇതിപ്പോ ഈ ഇടയ്ക്ക് വേറൊരു കാര്യം ഉണ്ടായി. നമ്മുടെ KG മാർക്കസ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായി. ഏറ്റവും ഒടുവിൽ പേടിച്ചിട്ടാണ് പാടിയത്. ഇസ്രായേലി നാഥൻ ഗംഭീരമായിട്ട് പാടി ഞാൻ കേട്ടു അവസാനം. അപ്പൊ അവിടെ ഒന്നും വീഡിയോ ഇതും ഇല്ല, ബാക്കിയുള്ള സംവിധാനം ഒന്നുമില്ല. ആരോ ഏറ്റവും ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടത്. അപ്പൊ ഈ ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇവര് പാടായിരുന്നു കഴിഞ്ഞാലോ ഈ ഇവരെല്ലാവരും കല്ലെടുത്തറിയും. ഒരു 2 കീബോർഡ് ഇങ്ങനെ. ഞാൻ ചോദിക്കുന്നത്, അന്ന് അങ്ങ് ഈ പാട്ടൊക്കെ സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആളുകൾ ഇത് ആവശ്യപ്പെടുമായിരുന്നോ? ഇങ്ങനെ പിന്നെ പലതരം രാഷ്ട്രീയ ഗാനങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിക്കുമായിരുന്നു? രാഷ്ട്രീയ ഗാനങ്ങൾ വേണമെന്ന് പറയില്ല. ചില പാട്ടുകൾ, സിനിമ പാട്ടുകൾ വേണമെന്ന് പറയുന്നുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ ഗാനങ്ങളൊന്നും പറയാവുന്നില്ല, അതൊന്നും പറയാറില്ല. ഈ ഇസ്രായേൽ നാഥനൊക്കെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ പറയും. ഇത് 2000 വന്നത്, 2000 പുറത്തിറങ്ങി. ഇപ്പോഴും അതേ ശബ്ദമാതിരിയിൽ പാടിയിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം, നന്നായിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഒരു കീബോർഡിനൊക്കെ ചുരുങ്ങിയ 2-3 ലക്ഷം വരും. 2 ബോർഡ് പോയി 6 ലക്ഷം പോയി. പിന്നെ സൗണ്ട് സിസ്റ്റത്തിന് സാറിന് അറിയാലോ കണക്കുകളൊക്കെ നല്ല വിലയായിരിക്കും അതൊക്കെ. അപ്പൊ ഇത് കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും. അവർ സേവ് ചെയ്ത് വെച്ച ഫീഡ് ചെയ്ത് വെച്ച പാട്ടുകൾ ഉണ്ടാവും, പഴയ പാട്ടുകളും പലതൊക്കെ, അതുകൂടെ നഷ്ടപ്പെടും. നമ്മളെല്ലാം ലൈവായിട്ട് വായിക്കാനൊന്നും സാധിക്കില്ല ഇന്നത്തെ കാലത്ത്. അത്രയും ഫാസ്റ്റ് ആയിരിക്കും, അത്രയും പഴയതായിരിക്കും ചിലതൊക്കെ. ആവശ്യപ്പെടുന്ന അപ്പൊ സെർച്ച് ചെയ്യാൻ അപ്പൊ സാധനം ഇതാവും. അപ്പൊ അത് വലിയ കഷ്ടമാണ്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. നമ്മള് ഇപ്പൊ ഇസ്രായേൽ നാദം പാടിയിട്ട് അവസാനിപ്പിച്ചു വെച്ചു, എപ്പോഴാ കേസ് വരുമെന്ന് അറിയില്ല. ഇത് എന്താ ചെയ്യാ? ഇപ്പൊ ഓഡിയൻസും ചിന്തിക്കുന്നതാണ് അതൊക്കെ. ഓക്കെ, ഏതായാലും അങ്ങ് വിഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കൊരു വിഷമമായി. കാരണം അങ്ങ് പൊതുവേദിയുടെ വൈകാരികമായ ഒരു പിന്തുണയുള്ള ഒരാളാണ്. അപ്പോൾ അത് ചില കാര്യങ്ങളിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ അങ്ങ് എത്ര കണ്ട് എന്നെ സ്നേഹിക്കുന്നു അതേപോലെ തന്നെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് ഇത് ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ആളുകൾക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നു. അങ്ങ് ഒറ്റപ്പെട്ടിട്ടൊന്നുമല്ല, അങ്ങയുടെ കൂടെ പൊതുവേദിയുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താ ശ്രീമതി ജയ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയ ഈ ഉത്സവ ഇതിനൊക്കെ പോകാറുണ്ടോ? നമസ്കാരം മനു. നമസ്കാരം. ഞാൻ ചോദിച്ചു വന്നത് ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഇത്തരം പരിപാടികൾക്കൊക്കെ ശ്രീമതി ജയ പോകാറുണ്ടോ? ഞാൻ പോകാറില്ല മനു. അപ്പൊ ഇതെന്ത് തോന്നുന്നു? ഈ അപ്പൊ എന്താ ദൈവവിശ്വാസിയല്ല? തീർച്ചയായിട്ടും ദൈവവിശ്വാസിയാണ്. പക്ഷേ ഗാനമേളക്കൊന്നും പോകാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഹസ്ബൻഡും പോകാറില്ല. ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. വീട്ടിൽ റോഡിൽ കൂടെ, നമ്മള് മെയിൻ റോഡിലാണേ. ഇതേ വല്ല ഉത്സവത്തിന്റെ വല്ല ആളുകളൊക്കെ പോകുന്നത് നോക്കി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങളുടെ മെയിൻ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതില് വിളിക്കുക, പൊതുവേദി കാണുക എന്ന്. അതന്നെ എനിക്ക് വളരെയധികം സന്തോഷമായ ഒരു കാര്യം തന്നെ, പൊതുവേദി കാണുന്നത് സന്തോഷം തന്നെ. ഏതായാലും ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഇങ്ങനെ ആരാധനാലയങ്ങളിൽ വരണം എന്ന് ആരെങ്കിലും കരുതി ചെയ്യുന്നതാണോ, അതോ ഇത് യാദർച്ഛികമായൊക്കെ സംഭവിച്ചു പോകുന്നതാണോ എന്നാണ് എനിക്ക്. അത് കരുതി തന്നെ ചെയ്യുന്നതാ മനു. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ കൊച്ചിയിലായിരുന്നു. ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമുണ്ട്. അപ്പം രാവിലെ സ്കൂളിൽ പോകുമ്പം നല്ല ഭക്തിഗാനം കേൾക്കാം, വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം നല്ല ഭക്തിഗാനം കേൾക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഈ അമ്പലത്തിനെ പറ്റിയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനങ്ങ് ഗൾഫിൽ പോയത് കൊണ്ട് നമുക്കിതൊന്നും കാണാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷവും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പൊതുവേദി വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി. മിക്കവാറും ഞങ്ങൾ ന്യൂസാണ് കാണുന്നത്. എല്ലാ ചാനലും മാറ്റി മാറ്റി നമ്മൾ ന്യൂസ് കാണും. പിന്നെ മോൻ കുറച്ചു നേരം 1 മണിക്കൂർ ഒക്കെ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്സവത്തിന്റെ കാര്യങ്ങൾക്ക് പോകാറില്ല. പക്ഷെ ഈ കാണിക്കുന്നത് വളരെ മോശമാണ്. അമ്പലത്തില് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വന്നിരുന്ന പൂപ്പനെ അറിയാമോ എന്ന് പാടിയതും, ഈ അമ്പലത്തിൽ വന്ന് ഗണഗീതോ അത് പാടിയതും. പക്ഷെ പൂപ്പനെ അറിയാമോ എന്ന് പാടിയതിനേക്കാൾ ബെറ്ററാണ് ഗണഗീതം. ഒന്നുമില്ലേലും ഹിന്ദുക്കളുടെ ഇതാണെന്ന് വെക്കാം. പക്ഷെ ഇത് ദേശഭക്തി ഗാനമൊന്നും അല്ല, ഇത് BJPയുടെ ഗാനമാണത്. അത് പാടിയത് ഒട്ടും ശരിയല്ല. പിന്നെ അമ്പലം മൊത്തവും ഓറഞ്ച് കളറിലെ കൊടിയും കുത്തിയിരിക്കുന്നത് വ്യക്തമാണ്. പാടില്ലല്ലോ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അരുൺ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നത്. അരുൺ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീ അരുണിന് എന്ത് തോന്നുന്നു? അരുൺ ഈ ക്ഷേത്ര ഉപദേശക സമിതിയോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? ക്ഷേത്ര ഉപദേശക സമിതിയിലൊക്കെ വളരെ സജീവമായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ഈ ഇങ്ങനെ പരിപാടികൾ നടത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ രാഷ്ട്രീയ ഗാനങ്ങൾ വേണമെന്ന് സാധാരണ അവിടെയൊക്കെ ആവശ്യപ്പെടാറുണ്ടോ? അല്ല, രാഷ്ട്രീയ ഗാനങ്ങൾ ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഉത്സവ വേദികളിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് അത് കുറച്ച് യുക്തിയുള്ള മനുഷ്യൻ, ബോധവും വിവേകമുള്ള മനുഷ്യൻ സ്വാഭാവികമായിട്ടും അതിനെ ഒഴിവാക്കാനൊരു പരിശ്രമം നടത്തും. ഇവിടെ ഈ ഗീതത്തെ സംബന്ധിച്ച് ഞാൻ ഇതിന്റെ വരികൾ ഇപ്പൊ ഈ വലിയ വിവാദമായി എന്ന് പറയപ്പെടുന്ന ഗീതത്തിന്റെ വരികൾ ഞാനൊന്ന് പറയാം. കാര്യം എനിക്ക് ആ വരികൾ നന്നായിട്ട് അറിയാം. രാഷ്ട്രഭക്തി ഗാനങ്ങള്, രാഷ്ട്രഗീതങ്ങളൊക്കെ വളരെ കൂടുതൽ കണ്ടുപിടിച്ച് കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന് ഈ പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു ഗീതമാണ്. അല്ല, അതാണോ പാടിയത്? നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയെ നമ്രം നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യവിധാതാവേ, അങ്ങനൊരു ഗീതമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതില് അതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുന്ന സമയത്ത് വരികളിലെ ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നൊന്നും ശ്രീനാരായണ ഇതിൽ നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യവിധാതാവേ എന്ന് പറയുമ്പോൾ നമസ്കരിപ്പു കേശവ എന്ന് പറയുമ്പോൾ കേശവ ബലറാം ഹെഡ്ഗേവാറിനെ അല്ലേ ഉദ്ദേശിച്ചത്?
നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നമസ്കരിപ്പൂ കേശവ എന്ന് പറയുമ്പോൾ കേശവൻ എന്ന് നമ്മൾ ഹിന്ദുക്കൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് കേശവ മാധവ എന്ന് വിളിക്കാൻ പോലും വയ്യാത്ത സാഹചര്യം ഇവിടെ ഹിന്ദുവിനുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വാക്കുകളിൽ മുഴുവൻ രാഷ്ട്രീയത്തെ കണ്ടുപിടിക്കുന്നതിന്റെ വലിയ പ്രശ്നം കേരളത്തിലുണ്ട്. എന്തു പറഞ്ഞാലും അത് രാഷ്ട്രീയമായിട്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐയുടെ പതാകയും കാണിച്ചിട്ട് പുഷ്പനെ അറിയാമോന്നും ലാൽ സലാമൊന്നും പാടുന്നത് പോലെയാണോ ഒരു ക്ഷേത്രത്തിൽ ഭാരത ഭാഗ്യവിധാതാവ് അങ്ങേക്ക് പ്രണാമമെന്നും ഭഗത് സിംഗിനും ഝാൻസിയും പ്രഭാത പേരി മുഴക്കുന്നു എന്നും പറയുന്നത് താരതമ്യം ചെയ്യുന്നതാണ് ഇവിടെ മനസ്സിലാകാത്തത്. ഇവിടെ ഒന്നിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റതെല്ലാം രാഷ്ട്രീയത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുന്നതുണ്ട്. അത് രാഷ്ട്രഗീതത്തെ ഒരു വിപ്ലവ ഗാനവുമായി താരതമ്യം ചെയ്യുന്നിടത്ത് മാത്രമാണ് പ്രശ്നം. അല്ല, പക്ഷേ ഇത് രണ്ടും ഇന്റൻഷൻ ഒന്നല്ലേ? ഇന്റൻഷൻ അല്ല, ഏതെങ്കിലും ഒരു ഗീതം അമ്പലത്തിൽ പാടി ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ പറ്റുമെന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾ. പക്ഷെ അത് ആ ഒരു പ്രതലം ഒരു രാഷ്ട്രീയ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അല്ലെ? അത് കൃത്യമാണ്. അത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. ഹിന്ദുവിന്റെ ഈശ്വര വിശ്വാസത്തെ മുഴുവൻ കളിയാക്കിക്കൊണ്ട് സാംബശിവന്റെ കഥാപ്രസംഗത്തിന് കൈയടിച്ചൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തില്. പക്ഷെ സ്വബോധമുള്ള ജനത അതെല്ലാം വളരെ കൃത്യമായിട്ട് എവിടെ രാഷ്ട്രീയം പറയണം എവിടെ രാഷ്ട്രീയം പറയണം എന്നുള്ള ബോധ്യം അവർക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് വന്ന് രാഷ്ട്രീയം പറയാനുള്ളതല്ലെന്നും അത് നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഒരു വേർഡിൽ പിടിക്കുമ്പോൾ തന്നെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും പള്ളിയിലും അമ്പലത്തിലും ആകാൻ വിശ്വാസമുള്ള ആളാണ് ഞാൻ. രാഷ്ട്രഭക്തി ഗാനമാണെങ്കിൽ രാഷ്ട്രഭക്തി ഗീതമാണെങ്കിൽ അത് ഏത് സഭയിലും അത് പാടാം. അത് എവിടെയെല്ലാം മുഴങ്ങി കേൾക്കുന്നു. മനുഷ്യൻ ആ സമയത്ത് എന്താ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി അഭിമാന പുളകിതരായി എഴുന്നേറ്റിരിക്കുന്നു. രാഷ്ട്രത്തെ കുറിച്ചാണെങ്കിൽ ഭാരതത്തെ കുറിച്ചാണെങ്കിൽ ഭാരതാംബയെ കുറിച്ചാണ്. സ്വാമി വിവേകാനന്ദന്റെ വചനങ്ങളിലൂടെ കടന്നുപോയാലേ അദ്ദേഹം ഇവിടെ അതൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് ഞാൻ അറിയുന്നത് ഇതാണ് കേട്ടോ, എരിഞ്ഞു നീറി നിന്നുടെ ഹൃദയം തിങ്ങിടു മഴലാലെ ഇതൊക്കെ കേശവ ബൽറാം ഹെഡ്ഗേവാറെ കുറിച്ച് RSSകാർ ചിന്തിക്കുന്ന തരത്തിലുള്ള വരികളാണ് അല്ലേ? അല്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചല്ലല്ലോ. സത്യം പറയുന്നത് എന്തിനാ നമ്മൾ ചർച്ചയല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് സത്യമൊക്കെ നമുക്കും പറയാം. നമ്മുടെ രാഷ്ട്രീയമൊക്കെ അവിടെ ഒരു വശത്ത് ഇരിക്കട്ടെ, അത് ശരി തന്നെ. പക്ഷെ നമ്മൾ അതിന് അതീതമായി കുറെ സത്യങ്ങളും കൂടി ആക്സെപ്റ്റ് ചെയ്യണ്ടേ? രാഷ്ട്രത്തിനെയും രാഷ്ട്രീയത്തെയും തിരിച്ച് ഞാൻ ആദ്യം വളരെ വ്യക്തത പറഞ്ഞല്ലോ, ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഗീതങ്ങൾ നിരവധി. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ONV കുറിപ്പ് എഴുതി കൊടുത്ത രാഷ്ട്രഭക്തി ഗീതം RSSന്റെ ശാഖ പാടുന്നുണ്ട്. ONV കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ, അദ്ദേഹം രാഷ്ട്രത്തെ കുറിച്ച് എഴുതി കൊടുത്ത ഗീതമാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആരും പാടരുത്, അല്ലെങ്കിൽ RSSകാരൻ പാടിപ്പോയാൽ അത് കൃത്യമായിട്ട് അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അതിനെ അതുകൊണ്ടാണ് ഞാൻ അതിലെ വരികളിലേക്ക് കടന്നു പോകാൻ. താങ്കളുടെ അഭിപ്രായം ഏതായാലും കൊള്ളാം. ഓക്കെ, നമുക്ക് കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങ് ഏതായാലും പ്രതികരിച്ചല്ലോ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഇത് ജോസഫ് KM എന്താണ് കിരണിൻ്റെ നിലവാരം അപാരം എന്ന് പറയുന്നുണ്ട്. കിരൺ നല്ല മികച്ച ആൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്താണോ അത്, അതോ എന്നെ പരിഹസിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ശിവദാസൻ പറയുന്നു ഗ്ലോറിഫൈങ് ഭാരത് മാത ഈസ് നോട്ട് ഫേവറബിൾ ഇൻ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നു. ഷാജി ഭാസ്കരൻ പറയുന്നു അരുൺ പത്തനംതിട്ട RSS ആണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ഏതായാലും പ്രേക്ഷകർ അങ്ങനെയുണ്ട്. നമുക്ക് രാജേഷ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജേഷ്, ഈ അമ്പല ക്ഷേത്ര സംരക്ഷണവും സമിതിയും ഒക്കെ ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ, അതോ ഗാനമേളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? ഞാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നമ്മുടെ ബാലരാപുരം താലൂക്ക് സെക്രട്ടറിയാണ്. രാജേഷ് എന്നാണ് എന്റെ പേര്. അപ്പൊ ഞാൻ ഉപദേശക സമിതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ നമ്മളിപ്പോൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പലതരം പരിപാടികൾ സംഘടിപ്പിക്കും, ആളുകൾ പല പല ആവശ്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തുമാത്രം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെ ഉപദേശക സമിതികൾക്ക് കഴിയും? ആളുകൾ ഇപ്പോൾ ഗാനമേള ആവശ്യപ്പെടുന്നു, അപ്പോൾ ഈ നൈറ്റ് ബേർഡ്സ് എന്ന ഈ സംഘം ഒരു പാട്ട് പാടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പഴുതടച്ച ഒരു ഉത്സവ നടത്തിപ്പ് സാധ്യമാണോ രാജേഷ്? സാർ, തീർച്ചയായിട്ടും. ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമല്ലേ, ഇത് ദേശഭക്തി ഗാനമാണല്ലോ. ഇത് വേറെ ഹെഡ്ഗേവാറിനെയോ ഗുരുജിയോ ഒന്നും കുറിച്ച് പാടുന്നതല്ല, ഇത് ഒരു ദേശഭക്തി ഗാനമാണ്. അതിപ്പോ ക്ഷേത്രത്തിൽ പാടിക്കൂടാന്ന് പറയുന്നത് RSS എന്ന് പറഞ്ഞ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയേ അല്ല. അതാദ്യം മനസ്സിലാക്കണം. ഒരു ഹിന്ദു സംഘടനയാണ്. ഹിന്ദു സംഘടനയുടെ ഒരു പാട്ട് ക്ഷേത്രത്തിൽ പാടാ, ഞാൻ ചോദിക്കട്ടെ, പള്ളിയിൽ കൊണ്ടുവച്ച് പാടാൻ പറ്റുമോ സാർ? ഇല്ലല്ലോ. പക്ഷെ ആ സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ ഇല്ല, ഒരിക്കലും. BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല RSSന്. RSSന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ഇല്ലേ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. RSS പ്രചാരകന്മാർ BJPയുടെ ഭാഗങ്ങളായി വരാറേ ഇല്ല.
മുഴുവൻ സമയ RSS പ്രവാചകന്മാർ BJP-യുടെ ഭാഗങ്ങളായി വരാറേ ഇല്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. എന്നാൽ അങ്ങ് മനസ്സിലാക്കി, ഞാനിത് അങ്ങ് പറയുന്നത് RSS-ഉം ബന്ധമില്ല എന്നല്ല. അങ്ങ് പറയേണ്ടത് അതൊരു പരിവാർ സംഘടനയാണ്. കേന്ദ്ര ബിന്ദു RSS ആണ്. RSS-ന്റെ വിദ്യാർത്ഥി സംഘടനയാണ് ABVP, തൊഴിലാളി സംഘടനയാണ് BMS. RSS-ന്റെ അല്ല, BJP-യുടെ പരിവാർ സംഘടന അല്ല, BJP-യുടെ വിദ്യാർത്ഥി സംഘടനയാണ് ABVP. അല്ല, RSS-ന്റെ അല്ല. എന്നാൽ അങ്ങേക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. RSS-ന്റെ ഒരിക്കലുമില്ല. അത് ഇവിടെ എന്ത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു മിനിറ്റ് കേട്ടാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആകെ രാജേഷ് പറഞ്ഞല്ലോ BJP-യുടെ വിദ്യാർത്ഥി സംഘടനയാണ് ABVP എന്ന് പറഞ്ഞല്ലോ. BJP രൂപീകരിക്കപ്പെട്ട വർഷം ഏതാ? BJP രൂപീകരിക്കപ്പെട്ടത് 1984. 80-ൽ. ABVP രൂപീകരിക്കപ്പെട്ടതെന്നാ? അതറിയില്ല. 1949. അപ്പൊ 1980-ൽ രൂപീകരിച്ച ഒരു സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന അതിനേക്കാൾ 49-ൽ രൂപീകരിച്ചു എന്ന് പറയുമ്പോ തന്നെ അവിടെ വൈരുദ്ധ്യാത്മിക പ്രശ്നം തുടങ്ങി. BJP-കാരനല്ല സാർ, എനിക്കതറിയാതെ അതുകൊണ്ടല്ലേ രാജേഷ് എന്താ പ്രശ്നം എന്നറിയാമോ? ഞാൻ ഇത് ആളുകളുടെ മുന്നിൽ വന്ന് തർക്കിക്കുകയാണല്ലോ. ഞാൻ വെറുതെ അറിയാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോകും. നാളെ ഇത് ടൈപ്പ് ചെയ്ത് ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് എന്നെ പരിഹസിക്കും. അപ്പൊ എനിക്കിത് കൃത്യമായിട്ട് അറിയണം. അതിന്റെ ഭാഗമായാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ BJP എന്ന് പറഞ്ഞ സംഘടന വരുന്നതിന് മുന്നേ RSS ഉണ്ടല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ RSS ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു, RSS-ന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇനി ബാക്കിയും കൂടി ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. ഭാരതീയ മസ്ദൂർ തുടങ്ങുന്ന ആരാ സാറേ? ഇത് RSS ഞാൻ പറഞ്ഞുതരാം. അങ്ങേക്ക് ഇത് കുറച്ച് RSS ലെസൺ കൂടി ഞാൻ അങ്ങോട്ട് തരാം. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നാഗ്പൂരാണ്. അതൊക്കെ എനിക്കറിയാവുന്ന ലോകത്തെ എല്ലാവർക്കും BJP-യിൽ പോയിക്കൂടായികയില്ല. അല്ല, അതൊക്കെ ഞാൻ പറയാം. അങ്ങനെയൊന്നും അല്ല. ഇത് എന്തിനാണ് അങ്ങേക്ക് അറിയില്ല എന്ന് പറയൂ. ഇത് ഇപ്പൊ ഭാരതീയ മസ്ദൂർ സംഘ് എങ്ങനെയാണ് തുടങ്ങുന്നത്? നിലവിളിക്കല്ലേ, ഞാൻ പറയുന്നത് കൂടി കേൾക്കാം. ഞാൻ പറയുന്നത് കൂടി അങ്ങ് കേൾക്കും. എന്നിട്ട് അങ്ങ് അതിന് മറുപടി പറഞ്ഞോ. ഞാൻ പറയുന്നത് തടസ്സം അങ്ങ് അതിന് മറുപടി പറഞ്ഞോ. ഭാരതീയ മസ്ദൂർ സംഘ് തുടങ്ങുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ദത്തേപ്പൻ തേങ്കിടിജി ആരാണ്? വന്നു പോയിന്നോ? RSS-ന്റെ മുഴുവൻ സമയ പ്രചാരകനായ തേങ്കിടിജി RSS-ന് ശാഖയിൽ വന്നു പോയ ആളൊന്നുമല്ല. എന്തൊക്കെ അങ്ങ് പറയുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ഇതിനെ പറ്റി അറിയാതെയാണ് അങ്ങ് സംസാരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഏതായാലും അത് പോട്ടെ, നമുക്ക് RSS-നെ പറ്റിയല്ലോ നമ്മുടെ ചർച്ച. RSS-നെ പറ്റിയല്ല, നമ്മൾ അത് വിടാം. അങ്ങനെ അതൊന്നും കൂടി രാഷ്ട്രീയ പാർട്ടിയല്ല. പക്ഷെ RSS-ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, പരിവാർ സംഘടന എന്ന് വിളിക്കുന്ന. അതില്ലാന്ന് പറയുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള എന്റെ അറിവില്ലായ്മ എന്ന് പറയുന്നത് RSS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ അല്ല. ഞാൻ സമ്മതിച്ചെന്ന്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയല്ല, പക്ഷെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അതാണ് കാര്യം. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ആ ആശയം തന്നെയാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെയും മുന്നോട്ട് വെക്കുന്നത്. ഞാനൊന്ന് പറയുന്നത്, ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടാതെ പള്ളികളിൽ പോയി കാവിക്കൊടി കെട്ടാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുന്നില്ലല്ലോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇത് വെള്ളായണി ക്ഷേത്രത്തിൽ ഇതുപോലെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാ മാർക്സിസ്റ്റുകാർക്കും ഉള്ള വിഷയമല്ല, 4-5 പേർക്ക് മാത്രമുള്ള വിഷയമാണ് ഇവിടെ. അത്രേ ഉള്ളൂ. ഇത് ഹിന്ദുക്കളുടെ ഇതിനെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ശരി, ഓക്കെ. ബാലകൃഷ്ണൻ വടകര നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം തികഞ്ഞ ഒരു RSS പ്രവർത്തകരാണ്. ഒരു പക്ഷേ എനിക്ക് തെറ്റുപറ്റിയാൽ പോലും തിരുത്തുന്നയാളാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് എന്ത് തോന്നുന്നു? ഗണഗീതങ്ങൾ വേണോ ശ്രീ ബാലകൃഷ്ണ വടകര നമ്മുടെ ക്ഷേത്ര പരിപാടികളിൽ? സാർ നമസ്കാരം. നമസ്കാരം. അങ്ങനെ അങ്ങ് പരിഹസിക്കല്ലേ സാർ? പരിഹസിച്ചില്ലല്ലോ, അങ്ങേ ഞാൻ പുകഴ്ത്തല്ലേ ഇത്? എന്തിനാ അത് പരിഹാസമാണ് സാർ. അല്ല, പരിഹാസമല്ല. അങ്ങ് വിവരമൊന്നും എനിക്കില്ല സാർ. ഉണ്ട്. അങ്ങ് എന്നേക്കാൾ കാലം ഈ പ്രായമുള്ള ആളാണ്. എത്രയോ ചെറുപ്പകാലം തൊട്ട്. അല്ല, പ്രായം അല്ല, മാത്രമല്ല അങ്ങ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗമാണെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ കാലമായി. അത് തീർച്ചയായും സ്വാഭാവികമായി അതിന്റെ ഭാഗമായി അങ്ങക്ക് പല കാര്യങ്ങളും അറിയാം അവസാനം വരെ. അതിൽ യാതൊരു സംശയം ആർക്കും. പക്ഷെ സത്യത്തിൽ ഞാൻ ഈ പറയുന്നത്, ഈ ക്ഷേത്രത്തിൽ ഗണഗീതം ക്ഷേത്രത്തിൽ ചെല്ലിയാൽ തെറ്റൊന്നുമില്ല, ദേശഭക്തിയാണെന്ന് തന്നെയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ക്ഷേത്ര വിശ്വാസികളായ ഈ RSS അനുഭാവികളാണ് ഈ ഗാനം അവിടെ വെച്ചതെങ്കിൽ അതവര് ക്ഷേത്രത്തോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ മറ്റൊരു ഉപ്പനെ അറിയാമോ എന്ന് ചോദിച്ചു, അത്
തിരുത്താൻ ശ്രമിച്ചു. അപ്പൊ നമ്മളൊരു വിവാദം ഉണ്ടാക്കാൻ അവിടെ ഒരു ഗണഗീതത്തിന്റെ ആവശ്യമില്ല. ഗണഗീതം ഇന്ത്യയിൽ ഒട്ടുക്കും ഏത് സമയത്തും പാടാൻ സാർ, അഭിമാനത്തോടെ ആർജവത്തോടെ ഏത് ബസാറിലും മൈക്ക് കെട്ടി പാടാൻ സാർ. അതിന് ചൊറിയാൻ വരുന്നവരെ നമുക്ക് നേരിടാം. പക്ഷെ ഒരു ആരാധനാലയത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമ്മളെ വിശ്വസിക്കാത്തവരും നമുക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അപ്പൊ അവരെ വരെ വെറുപ്പിക്കാനുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കിയെന്നാണ് എന്റെ ധാരണ. ഗണഗീതം ഇന്ത്യയിൽ എവിടെയും മുഴങ്ങും സാർ, ഇനി അതേ മുഴങ്ങൂ. പക്ഷെ ഈ ക്ഷേത്രത്തിൽ ഇത് മുഴക്കിയത് കൊണ്ട് ആര് ധിക്കാരമായിട്ട് വന്നാൽ നേരിടും സാർ. ഗണഗീതം ഇന്ത്യയിൽ ഒട്ടുക്കും മുഴങ്ങും. കോടാനുകോടി ജനങ്ങൾ ഒരേ സ്ഥലത്തിൽ ചെല്ലും ആർജവത്തോടെ. അത് തടയാനൊന്നും ഒരു ശക്തിക്കും സാധ്യമല്ല. പക്ഷെ നമ്മൾ തന്നെ ഒരുമാതിരി വിശ്വാസികളായി നമ്മൾ തന്നെ നമുക്കിട്ട് പാര വെക്കുന്ന ഒരു പണി പോലെ ആയിപ്പോയി. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തി. ക്ഷേത്രങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ട് യാതൊരു ഇതും ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്നത് നമ്മളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കലാപം ഉണ്ടാവാൻ പാടില്ല. ശരി, അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്താണ്. സന്തോഷ് ഈ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ, ക്ഷേത്ര വിശ്വാസിയാണോ? എന്താണ് സന്തോഷിന്റെ ഒരു നിലപാട്? സാറേ, ഞാൻ SNDP യൂണിയന്റെ ഒരു അംഗമാണ്, കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ പക്ഷേ SNDP ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഇത് അധികം അനുവദിക്കാറില്ല അല്ലെ? രാഷ്ട്രീയ ഞങ്ങളിവിടെ വെക്കാറുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം നമ്മൾ ഇസ്രായേലിൽ നിന്നുള്ള പാട്ട് വെക്കുവാണെങ്കിൽ അതിന് പകരമായിട്ട് തന്നെ നമ്മൾ അള്ളാവിൻ കാരുണ്യം ഉണ്ടെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എത്തി മുകളിൽ നിന്നുള്ള പാട്ട് വെക്കും. അതുപോലെ ഒരു ക്രിസ്ത്യാനം വെച്ചാൽ ഒരു മുസ്ലിം പാട്ട് പാട്ടും എല്ലാം അങ്ങനെ മാറി മതമൈത്രിയായിട്ടാണ് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇതിപ്പോ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കഴിഞ്ഞിടെ ഞാൻ ഇതുപോലെ എതിർത്താണ് നമ്മുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് വെച്ചിട്ട് ഞാൻ വളരെ രൂക്ഷമായിട്ട് എതിർത്തത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇത് പാടില്ല, അങ്ങനെ പാടില്ല. ഒരാളങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് കാണിക്കുക എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിളിച്ചു വെക്കുന്ന ഓരോന്നാണ്. പക്ഷേ വേറൊരു കാര്യം, കാവിയിൽ കാര്യമില്ലോട്ടോ സാറേ. കാവി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കറുപ്പ് എടുത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോകും, കാവി എടുത്ത് കാശിക്ക് പോകും. അതാണ് നമ്മുടെ തത്വം. അപ്പൊ കാവിയിൽ കാര്യമില്ല. കാവി ഞങ്ങള് ഒരു പണ്ട് കാലം പോലെ കാവി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം. പിന്നെ സാറേ ഒരു ഒറ്റ റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇതിലെ ആ ദാസൻ എന്ന് പറഞ്ഞ ആ വ്യക്തി വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ്. ഞങ്ങളെല്ലാം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുവാണ്. അതെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനകത്ത് അത് അങ്ങനെ ഒന്ന് പറയാൻ പാടില്ല. എതിർക്കുന്നൊരു കുഴപ്പമില്ല. പുള്ളിയുടെ ഞാനത് പക്ഷെ മുഴുവൻ കേട്ടില്ല. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നമുക്ക് അധികാരമില്ല, വിമർശിക്കാം. അത് ഞാൻ പലപ്പോഴും സന്തോഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിച്ചുകൊണ്ട് പറയണം. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു പൊതുവേദിയാണ്. ശ്രീ സന്തോഷിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ സന്തോഷിന് ഒരു രാഷ്ട്രീയമുണ്ടാകാം, ചിലപ്പോൾ ഒരു സാമുദായിക സംഘടനയുടെ ഭാഗമായിരിക്കാം. അവർ അത് നിലപാടും വെച്ചുകൊണ്ട് മറ്റ് വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരിക്കും. പക്ഷേ പല ആളുകൾ ഇത് ഇപ്പോഴും ആ ഒരു ശൗചാലയ ചുവർ സംസ്കാരം ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ തീവണ്ടിയിൽ വൃത്തികേട് എഴുതിയിട്ട് അതുപോലെ ഇത് പറയാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. അതിപ്പോൾ പൊതുവേദിയിലേക്ക് ചില അത്തരക്കാരൊക്കെ വന്ന് പറയുന്നതിന് നമ്മൾ യോജിക്കാറില്ല. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ദാസൻ എന്നത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം സാധാരണ അങ്ങനെ പറയാത്ത ഒരാളാണ്. എന്താണെന്ന് ഞാൻ പരിശോധിക്കാം. ദാസൻ കണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാറേ. തിരിച്ചത് ഇങ്ങനെ നമ്മളെ പൊതുവേദി ആലപ്പായി പോയി ഇങ്ങനെ തിരിച്ചും പറിച്ചു അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതല്ല. പക്ഷെ അദ്ദേഹം നമ്മൾ സാധാരണ അങ്ങനെ പറയാത്ത ഒരാളാണ്. എന്താണോ ഇന്നലെ സംഭവിച്ചത് ഞാൻ നോക്കാം. വ്യക്തമായിട്ട് പുള്ളിയോടൊന്ന് പറഞ്ഞേക്കണം. പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല ആരെ പറ്റി ആരും. ഏതായാലും ശ്രീ സന്തോഷ് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. പൊതുവേദി ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലല്ല. പക്ഷേ വിമർശനങ്ങൾ, അത് ആശയപരമായ വിമർശനങ്ങൾ മാത്രമാണ് നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. വിമർശനങ്ങളാകാം, പിന്തുണയും ആകാം കേട്ടോ, അതിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്ന കൃഷ്ണൻകുട്ടി മണിമല എന്നതാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളിൽ പങ്കെടുക്കാറുണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിച്ച ഒരാളുടെ പൊന്നപ്പനും തങ്കപ്പനും ഞാൻ അതേ ആളുകളോട് എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. കാരണം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ആശയ സംവാദം ഉന്നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കേരളത്തിൽ നമ്മളെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് ആളുകൾ ഒരു നിലവാരം വിട്ട് താഴേക്ക് പോകുന്നു. ഇനി നമ്മൾ അവരെ പരമാവധി നല്ല ഭാഷകളിൽ പറയാൻ ശ്രമിച്ചു, സ്നേഹത്തോടെ പറഞ്ഞു, കടുത്ത ഭാഷയിൽ പറഞ്ഞു. ഇനി അവരെ പതുക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉത്സവ കമ്മിറ്റികളിലായിട്ടും ക്ലബ്ബ് പ്രവർത്തനവും ഇങ്ങനെ പൊതുപ്രവർത്തനം കുറെ അധികം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ സാംബശിവന്റെ കഥാപ്രസംഗം വെച്ചപ്പോ ഒരു കഥാപ്രസംഗത്തിൽ ഒരു പാട്ട് ഇങ്ങനെയായിരുന്നു. ഞാൻ പറയട്ടെ. പിന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ തട്ടാൻ ചക്രായുധം നിന്റെ കയ്യിലുള്ളപ്പോൾ പട്ടാളം കാട്ടുവേണോ പോലീസ് കൂട്ടുവേണോ എന്നൊരു പാട്ട് സാംബശിവന്റെ കഥാപ്രസംഗത്തിലുള്ളൂ. അതൊരു അമ്പലമുറ്റത്ത് പാടിയതാ. എല്ലാരും കൈയടിച്ചു. പക്ഷെ ഇന്ന് കോടതി അതൊക്കെ വിലക്കുകയാണ്. അങ്ങനത്തെ രാഷ്ട്രീയ പാട്ടുകൾ
വേണ്ട എന്ന നിലപാടാണ് പറയുന്നത് കേൾക്കൂ. അന്ന് നമ്മുടെ ഒന്നും മനസ്സ് ഇടുങ്ങിയതല്ലായിരുന്നു. അതിന്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാണ്ട് ഒരു മനസ്സ് മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇനിയിപ്പോ ഞങ്ങളുടെ നാട്ടിലെ മണിമലത്തെ കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിലെ അമ്പലമുണ്ട്. അവിടെ പല പ്രാവശ്യമായിട്ട് KPSCയുടെ നാടകം വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്. വലിയ പള്ളിയാണ്. എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കുന്ന വലിയ പെരുന്നാളുള്ള ഒരു പള്ളിയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. അവിടുത്തെ പ്രദക്ഷിണത്തിന് ഏതാണ്ട് 2-3 മണിക്കൂർ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. അത്രയ്ക്ക് ആളുകൾ കൂടുന്ന സ്ഥലമാണ്. അവിടെ 2-3 വർഷം മുമ്പ് KPSC നാടകം വെച്ചു പള്ളിയിൽ. വിശ്വസിക്കാൻ പറ്റുമോ? സാംബശിവന്റെ കഥാപ്രസംഗം ഈ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ മണിമല. ഒന്നുമല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സൊന്നും ഇത്ര ഇടുങ്ങിയതല്ല. ഇവിടെ എന്ത് പാടിയാലും എന്ത് കേട്ടാലും വിശ്വാസമുള്ളവർക്ക് വിശ്വാസം പോകത്തുമില്ല, വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകത്തുമില്ല. ഇത് വെറുതെ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു പരിപാടിയാ. ഈ പുഷ്പനാറിയാമെന്നുള്ള പാട്ട് പാടിയാലും കുഴപ്പമില്ല, ഗണഗീതം പാടിയാലും കുഴപ്പമില്ല. അമ്പലത്തിൽ പാടിയാൽ കുഴപ്പമില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. യെസ്, വ്യക്തമാണ്. ഏതായാലും വളരെ നന്ദി. രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? അതെ. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഉത്സവമൊക്കെ നടത്തുമ്പോൾ അവിടെ എത്രമാത്രം നിയന്ത്രണം സാധ്യമാണ് ശ്രീ രാമചന്ദ്രൻ? നമ്മൾ പല പരിപാടികൾ അവിടെ ഉത്സവങ്ങളുടെ ഭാഗമായി കാണുന്നു. അപ്പോൾ എല്ലാറ്റിലും ഇങ്ങനെ രാഷ്ട്രീയം അന്വേഷിച്ച് പോകാൻ പറ്റുമോ? അതോ കുറേയൊക്കെ ഒരു നിബന്ധനകൾ നൽകി കാര്യങ്ങൾ നടത്തി എങ്ങനെയാണ് അതിൻ്റെ അതെങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഈ മറ്റുള്ളവർ ഈ മനസ്സിന്റെ പ്രശ്നമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് ഗണഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗണഗീതമായിട്ട് RSSന്റെ ഗണഗീതമായിപ്പോയി എന്നുള്ളത് മാത്രമാണ് അതിൽ തെറ്റ്. കേശവഭാരതം എന്ന് പറയുന്നതും നമസ്കരിപ്പു എന്ന് പറയുന്നതും ഒക്കെ അതിന് ആ സ്ഥാനത്ത് EMS നിർത്തിയാലും ആ സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി നിർത്തിയാലും ആ പാട്ട് പൂർണ്ണമാവും. എന്നിട്ട് എന്താ അങ്ങനെ ഒരു പാട്ട് പാടാത്തത്? നമസ്കരിപ്പു ഇന്ദിരാഗാന്ധി എന്ന് അല്ല, അങ്ങനെയല്ലോ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. നമസ്കരിപ്പു ഭാരതം അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതിന്റെ ബാക്കി വരിയുണ്ട്. നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യം. കേശവ ഭാരതം എന്ന് പറഞ്ഞാൽ കേശവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതാണ് അതിന്റെ കാര്യം. കേശവ ബലറാം ഹെഡ്ഗേവാർ അല്ല. അത് പിന്നെ ആരെല്ലാം പറയാൻ പറ്റും. ഇപ്പൊ ശങ്കരൻ എന്ന് പറഞ്ഞാൽ EMS തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ശങ്കരാചാര്യരെ ആക്കിയാൽ കൂടെ, അല്ലെങ്കിൽ ശിവനെ ആക്കിയാൽ പോരെ? അപ്പൊ ആ രീതിയിലുള്ള നമ്മളെ മനസ്സിൽ കണ്ടിട്ടാണ്. അതിൽ പിന്നെ അല്ലാതെ ഈ വേറെ ഒരൊറ്റ കാര്യത്തിലും രാഷ്ട്രീയമായിട്ട് ഗണഗീതത്തിൽ ഒന്നും തന്നെ ഇല്ല. 2 കാവിക്കൊടി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ കുയിരേകാൻ ജ്വലിച്ചു നീ ഞങ്ങൾ കുയിരാകാൻ മാർഗം കാണിക്കാൻ അല്ലേ? മാർഗം കാണിക്കാൻ, അതാണ് കേശവൻ ശ്രീകൃഷ്ണൻ. മാധവൻ ശിവ ഗോൾവാൾക്കർ അല്ല, മാധവനും ശ്രീകൃഷ്ണൻ തന്നെയാണ്. അത് ആ രീതിയിൽ കണ്ടാൽ മതി. എന്ന് ഇതിനൊക്കെ എടുത്ത് ഓരോന്നായിട്ട് മാറ്റി വെക്കാനായിട്ട് ഒരു കാര്യമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. അതിൽ ആ കാണുന്നവരും കേൾക്കണവരും മനസ്ഥിതിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ശ്രീ വിജയൻ കൊല്ലത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിജയൻ, യെസ്, ശ്രീ വിജയനും എനിക്ക് തോന്നുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ? അല്ല, അമ്പലവുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. നിരീശ്വരവാദിയാണ്. പോകും, പ്രാർത്ഥിക്കും, മടങ്ങി വരും. ഉത്സവത്തിന്, അത്യാവശ്യ ഉത്സവത്തിനൊക്കെ പോകും. ഗണഗീതം എന്ന് പറയുന്നത് സാറേ, ഗണഗീതം എന്ന് പറയുന്നത് നമുക്ക് അമ്പലത്തിൽ അത്യാവശ്യമാണെന്നാണ് ഞാൻ പറയും. ഗണഗീതം അത്യാവശ്യമാണെന്നോ? അത് അതിനകത്ത് വൃത്തികേടായിട്ടുള്ള ഒരു കാര്യവുമില്ല. അതിനകത്ത് എന്ത് വൃത്തികേടാ സാർ? രാമേന്ദ്രൻജി പറഞ്ഞില്ലേ, രാമേന്ദ്രൻജി പറഞ്ഞത് എത്രയോ കൃത്യമായ കാര്യമാണ്. പരമപവിത്ര ഈ മണ്ണിൽ അതായാലും മറ്റേ അടുത്ത ഗണഗീതമായാലും ഒരുപാട് ഗണഗീതങ്ങളുണ്ട് എല്ലാ രാജ്യത്തിനും. ശരി, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയശ്രീ കൊല്ലത്താണ് വിളിക്കുന്നത് അല്ലേ? ഈ ശ്രീമതി ജയശ്രീ ഉത്സവങ്ങളൊക്കെ സാധാരണ കാണുന്ന ആളാണോ? അതോ ക്ഷേത്ര സമിതി ഒക്കെ ബന്ധപ്പെട്ട് പരിപാടികൾക്ക് അങ്ങനെ പോകാറില്ല. എങ്കിലും ഇപ്പൊ ഈ വിവാദം വന്നതുകൊണ്ട് വിളിക്കാന്ന് തോന്നിയതാ. ശരി, എന്ത് തോന്നി ഈ വിവാദമൊക്കെ കേട്ടപ്പോൾ? വിവാദം കേട്ടപ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടി ഇനി ദൈവങ്ങളെയും കൂടെ പാർട്ടിയിലാക്കുമോ എന്നുള്ളതാ ഇപ്പം ഞങ്ങൾക്കുള്ള സംശയം.
ഇനി ദൈവങ്ങൾക്ക് ഓരോ പാർട്ടി കൊടുത്ത് ഓരോ കളർ കൊടുത്ത് അവരെ പാർട്ടി ചിഹ്നങ്ങളാക്കുമെന്ന് ഭയപ്പെട്ടു പോയോ? ഇപ്പോഴത്തെ വിഷമം വരുന്നത്. ശ്രീമതി ജയശ്രീ എന്താണ് ചെയ്യുന്നത്? വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും ജോലികളുമായി ബന്ധപ്പെട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് റിട്ടയർ ചെയ്തു? അപ്പോൾ റിട്ടയർ ചെയ്ത് എന്താ പറയുക, റിട്ടയർഡ് ജീവിതം അങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അമ്പലത്തിൽ പോകും, ഉത്സവങ്ങൾ കാണാൻ പോകും. അവിടെ ഒന്നും രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഒരു ശരാശരി വിശ്വാസി എന്ന നിലയിൽ കരുതുന്നത്. നമുക്ക് എപ്പോഴും ദൈവങ്ങളെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. യെസ്, വ്യക്തമാണ്. ഏതായാലും വിളിച്ചിരുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ കോളർ സ്കറിയാണ്. ശ്രീ സ്കറിയെ കാണാനില്ലല്ലോ എന്ന് ഞാൻ എത്രയോ കാലമായി വിചാരിക്കുക. എന്ത് പറ്റി അങ്ങ് ഭയങ്കര തിരക്ക്, എന്തോ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായി പോയോ ശ്രീ സ്കറിയ? നമസ്കാരം. ഞാനെന്നാ പരിപാടിയുടെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ വാട്സപ്പ് നമ്പർ തരാന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നില്ലായിരുന്നു. അയ്യോ, ശരിയാണ് കേട്ടോ, അത് എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയതാണ്. നമ്പർ തന്നില്ലായിരുന്നു, ഞാനതെല്ലാം ചെയ്തു വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിക്കാതിരുന്ന ഞാൻ പണ്ടോടെ പറയുന്നതാണ്. ഞാൻ ഈ പൊതുവേദി അന്ന് തുടങ്ങി വിളിക്കുന്നതാണെന്ന്. എന്നെ പോലെ തന്നെ വിളിക്കാനായിട്ടും അഭിപ്രായങ്ങൾ പറയാനായിട്ടും ഉണ്ട്. അവർക്ക് ഫോൺ കിട്ടാറില്ല. അപ്പൊ നമ്മൾ ഒരു അവസരം കൊടുക്കട്ടെ. എല്ലാ ദിവസവും വിളിക്കുക. നേരത്തെ മനു പറഞ്ഞ പോലെ ട്രംപിന്റെ തുടങ്ങി ഇവിടുത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്ന അതല്ല. നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, ആ കാര്യം പൊതുജനം കേൾക്കുന്നതാണ്. അത് നമ്മൾ പറയുന്ന കാര്യം ന്യായമാണെന്നുണ്ടെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. അറിയാത്ത കാര്യത്തൊക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പൊ പൊതുവേ നല്ലതാണ്. അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും പലരുടെ ഇതെന്നാന്ന് വെച്ചാൽ വെല്ലുവിളി പോലെയോ അല്ലെങ്കിൽ മനു അല്ലെങ്കിൽ പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വന്നതിന്റെ പേരിൽ അവർക്കൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് തിരക്കുകളോ കാര്യങ്ങളോ കുറച്ച് കൃഷിപ്പണികളോ മഴയൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻസ് ആണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും ഒരേപോലെയാണ്. ഇപ്പൊ മതങ്ങളുടെ വേർതിരിവിന്റെ ആവശ്യമില്ല. അതിപ്പോ കുറച്ചു കാലമായിട്ട് മതങ്ങളുടെ പണ്ടത്തെ ഈ എന്റെയൊക്കെ ചെറുപ്പത്തില് ഈ തൊടിയിലും തീണ്ടലെന്നും പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് പരമ്പരത്തെ നടക്കുമ്പോൾ എനിക്കും തന്നെ അറിയാവുന്ന ചെറിയ പ്രായത്തില് അത് ഇപ്പൊ ആരെ പറഞ്ഞാൽ ഇത് വർഗീയതയായി പോവും. വർഗീയതൊന്നുമില്ല, അതൊക്കെ മാറി ഇപ്പൊ എല്ലാവരും സാഹോദര്യത്തിലും സമാധാനത്തിലൊക്കെ കഴിയുന്നതാണ്. എല്ലാവരുടെ വീട്ടിൽ പോകും, ഭക്ഷണം കഴിക്കും, അത് പോകും. ഇപ്പൊ കുറച്ച് കൊല്ലമായിട്ട് എന്റെ മനു ഒരു രാഷ്ട്രീയത്തിൽ നമുക്ക് പിന്നെ കേരളത്തിലുള്ളവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്തിനേയും നമ്മള് ഒരു മര്യാദയോട് സമീപിക്കുകയില്ല. എല്ലാറ്റിലും രാഷ്ട്രീയം കാണാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം വെച്ചാൽ ഈ കോവിഡും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയൊക്കെയോ തന്നെ ആൾക്കാർക്ക് ജീവിക്കാമെന്നും ആ 2 കൊല്ലം വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പണിയെടുക്കാതെയൊക്കെ ജീവിക്കാം. പിന്നെ മനുഷ്യനെല്ലാം കാശായി. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ സ്കറിയ അങ്ങ് അവിടെ ഒരു പരിപാടിയൊക്കെ നടത്തിയില്ല, അതിനകത്ത് ഇത്തരം രാഷ്ട്രീയ ആവശ്യങ്ങളൊക്കെ വന്നോ? ഒന്നുമില്ലല്ലോ. രാഷ്ട്രീയ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും പള്ളിയും അമ്പലങ്ങളും അത് വേറെ. കാരണം രാഷ്ട്രീയം എനിക്കും ഉണ്ട്, മനുവിനും കാണും. ദൈവം ഞാനിപ്പോ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി വന്നിട്ട് എന്നെ ഹലോ കേൾക്കുന്നു. നമ്മള് പള്ളികളാണല്ലേ അമ്പലം. ഇപ്പം ദൈവത്തിൻ്റെതായ ആരാധനയ്ക്ക് വിടുക, അവിടെ രാഷ്ട്രീയം കളത്തണ്ട. ഇതിവിടെ വളർത്തി വെച്ചാരാ? ഈ കൊല്ലത്ത് തന്നെ ഡിവൈഎഫ്ഐയുടെ ചിഹ്നങ്ങൾ കാണിച്ചിട്ട് അല്ലെ അവിടെ ഉണ്ടാക്കി. അമ്പലങ്ങളിലും പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പൊതുവേദികളില് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ അല്ലെ മതവിശ്വാസികൾ വരുന്ന എല്ലാവരും പോകുന്നുണ്ട്. ക്രിസ്ത്യൻസ് പോകുന്നുണ്ട്, ഹിന്ദുക്കൾ പോകുന്നുണ്ട്, മുസ്ലിമുകൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി വെക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്തായാലും അധംപതിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതിൻ്റെതായ ഒരു മര്യാദയുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെതായ രീതിക്ക് വിടുക, രാഷ്ട്രീയ പാർട്ടിക്കാരെ രാഷ്ട്രീയ പാർട്ടിക്കാർ. അപ്പൊ ഇതിനകത്ത് ഈ സംഘാടന അമ്പലത്തിന്റെ സംഘാടകരാണെങ്കിലും പള്ളികളുടെ സംഘാടകരാണെങ്കിലും ഇങ്ങനെ പരിപാടി നടത്തുന്നത് അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ വിഷ്ണു കാണിക്കുന്നു, കാവിക്കൊടി കെട്ടി. കൊടിയൊക്കെ എല്ലാവർക്കും കെട്ടാം, അത് ഈ പൊതുസ്ഥലങ്ങളിൽ കെട്ടാൻ പാടില്ല. അത് നമ്മുടെ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്. നമ്മുടെ നികുതി ബസ് സ്റ്റാൻഡ് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുഴുവൻ ചെന്നോ ട്രേഡ് യൂണിയനുകളുടെ പരസ്യവും ബോർഡുകളും കൊടികളും യാത്രക്കാർക്കും അല്ലെങ്കിൽ സാധാരണക്കാരനും അതിൽ നടക്കാൻ പറ്റില്ല. നമ്മുടെ പൊതുമുതലല്ലേ, അതിട്ട് ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്നു എന്നും പറഞ്ഞ് കേസെടുക്കുന്ന പാർട്ടികളാണ്. അപ്പൊ ഇതെല്ലാം നിരോധിക്കണം. സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ ഇങ്ങനെയുള്ള ഒരു സംവിധാനം നടത്താൻ പാടില്ല. പിന്നെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതായത് ഇത്തരം പരിപാടികൾ ഒക്കെ ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ആളാണ് ശ്രീ സ്കറിയ. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുമുണ്ട്. അരവിന്ദാക്ഷൻ വിളിക്കുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ അരവിന്ദാക്ഷൻ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഭാരവാഹിയൊന്നും അങ്ങനെ ആയിട്ടില്ല, എങ്കിലും ക്ഷേത്ര കമ്മിറ്റിയേക്കും അതുപോലെ അമ്പലം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് ശരി. അപ്പൊ ഈ അവിടെയൊക്കെ ഈ ശ്രീ അരവിന്ദാക്ഷൻ എന്നോട് പറഞ്ഞത് സ്ഥലം കുനിശ്ശേരി എന്നല്ലേ സ്ഥലം? അതെ, കറക്റ്റ്, കുനിശ്ശേരി. അപ്പൊ ആ കുനിശ്ശേരി പ്രദേശത്തൊക്കെ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ
അതിപ്രസരം ഉത്സവങ്ങൾക്കിടയിൽ കാണാറുണ്ടോ? ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ പൊതുവെ ഇത്ര അതിപ്രസരം കാണാറില്ല. എങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല ഭാഗത്തും. ഗണഗീതമൊക്കെ പാടാറുണ്ടോ ആളുകൾ അതിനിടയിൽ? ഇല്ല, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തള്ളിക്കയറ്റം കാണാറില്ല. വിശ്വാസികൾ തന്നെയാണ് അതൊക്കെ നടത്തുന്നത്. പൊതുവെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ ആ വിശ്വാസികളെ അത് ഏൽപ്പിക്കണം. രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസം അല്ലെ ജനങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റി നുഴഞ്ഞു കയറുക, പിന്നെ അവരുടെ ആശയങ്ങൾ പടർത്താൻ നോക്കുക, ഇതൊക്കെ തെറ്റന്നെയാണ്. അമ്പലങ്ങൾ എപ്പോഴും വിശ്വാസികളുടെ തന്നെ ആയിരിക്കണം. അതിന്റെ നടത്തിപ്പും വിശ്വാസികളെ ഏൽപ്പിക്കണം. അതാണ് സത്യം. എന്നാൽ ഈ ഗണഗീതം ഉണ്ടാവില്ല, ദേശഭക്തി ഗാനം ഉണ്ടാവില്ല. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. നമുക്ക് ഒരു പ്രേക്ഷകൻ ചേരുന്ന എറണാകുളത്ത് നിന്നാണ്. ദിനേശ് കുമാർ. ദിനേശ് കുമാർ എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ആലുവ. അവിടെ എന്ത് ചെയ്യുന്നു ശ്രീ ദിനേശ്? എനിക്ക് ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പോൾ സ്വാഭാവികമായി ഇലക്ട്രിക്കൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഉത്സവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒക്കെ ലൈറ്റിംഗൊക്കെ ആയി ബന്ധപ്പെട്ട് പോകാറൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, ഞാൻ പൊതുവെ ആരാധനാലയങ്ങളോട് ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും പങ്കെടുക്കാറില്ല. അത് ശരി. പൊതുപ്രവർത്തന രംഗത്താണ്, പ്രത്യേകിച്ച് CPM ലാണ് പ്രവർത്തിക്കുന്നത്. ശരി. ഓക്കെ. അപ്പോൾ അങ്ങക്ക് പക്ഷേ എന്ത് തോന്നുന്നു, ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ രാഷ്ട്രീയം കൊണ്ട് കലർത്തേണ്ടതുണ്ടോ, അല്ലാതെ അത് പുറത്തു വെച്ച് ആളുകൾക്ക് ചെയ്യാം? രാഷ്ട്രീയത്തിൽ മതങ്ങൾ ഇടപെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ മതങ്ങളും വിശ്വാസം പരിസരത്ത് രാഷ്ട്രീയത്തിൽ ശബ്ദം വരുമ്പോൾ അലോസരം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഗീതങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ദൈവത്തിനും ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ശരത്തെ ഇപ്പൊ ഇവര് പറയുന്നത് CPM കാരാണ് പോയി പരാതി കൊടുത്തതെന്നാ പറയുന്നത്. ഈ കൊല്ലം കോട്ടുകൽ ക്ഷേത്രത്തിൽ അവിടെ ഗണഗീതം പാടിയപ്പോൾ പരാതി കൊടുത്തത് CPM കാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങക്ക്? ഈ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാലഘട്ടത്തില് ഇന്ന് ആരാധനാലയവും വിശ്വാസവും മതങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യയില് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തില് എത്ര പിന്നോട്ടാണ് നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും. പക്ഷെ എന്തിനാണ് അപ്പൊ നിങ്ങൾ ചെന്ന് പരാതി കൊടുത്തത്? എന്തിനാണ് പരാതി കൊടുത്തതിന്? മറ്റു പാർട്ടികൾ ചെയ്തുകൂടാ, CPM മാത്രം ചെയ്യാം എന്നാണോ നിലപാട്? ഇപ്പോ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ട് കേട്ടാലും ഒരു ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല, ഒരു ദൈവവും കേൾക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവമായിട്ട് താഴേക്കോ ഇറങ്ങി ഒന്നും ചെയ്യാനും പോകുന്നില്ല. മനുഷ്യനായിട്ട് ഭൂമിയിൽ ഭൗതികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് മാത്രമേ ഭൂമിയിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശരത്ത് എന്നൊരു പ്രേക്ഷകൻ ബാലരാംപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് ഏത് അമ്പല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? അമ്പല കമ്മിറ്റിയായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മള് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. പ്രോഗ്രാമുകൾ, ഉത്സവ പ്രോഗ്രാമുകൾ. അവിടെ രാഷ്ട്രീയം വേണമെന്നാണോ വേണ്ടെന്നാണോ താങ്കളുടെ താല്പര്യം? രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പ്രോഗ്രാം കാണാൻ വരുന്നുണ്ട്. അവര് പ്രോഗ്രാം ഒന്ന് കാണട്ടെ, അല്ലാതെ അതിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് ഓരോ ആൾക്കാർ ഓരോ രീതിയിലുള്ള പാട്ടിട്ട് കഴിഞ്ഞാല് വേറെ ആൾക്കാർ കൊണ്ടുവരൂലേ അടുത്ത് വേറൊരു പാട്ട്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മൾ ഇന്ന് യൂട്യൂബിൽ കുറേ പ്രേക്ഷകർ നമ്മുടെ പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചൊക്കെ വിട്ടും പോയി. അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണൻ എന്നോട് പറയുന്നു RSS രാഷ്ട്രീയ സംഘടനയല്ല എന്ന് പറയുന്നു. RSS പറയുന്ന അനുസരിച്ചാണ് മോദി ഭരിക്കുന്നതെന്ന് ജയകുമാർ പറയുന്നു. വിജയകുമാർ പറയുന്നു ദേശഭക്തി ഗാനം ആർക്കും പാടാം, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടല്ല, രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് കുറേ പേർ പറയുന്നതാണെന്ന് പറഞ്ഞു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഞങ്ങളുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. മനു നമസ്കാരം എന്ന് പറയുന്നു. ദ ലാസ്റ്റ് മോർ ഡേയ്സ് യു ഡിഡ് നോട്ട് റീഡ് മൈ റിമാർക്സ്, ദിസ് ഈസ് എ നാഷണൽ സോങ്, me and my husband appreciate your presentation. ഇല്ല, ഞാൻ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. സതി ബാബുരാജ് എന്ന് കണ്ടാൽ തന്നെ ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് 2-3 ദിവസം ഞാൻ ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്, ഞാനായിരുന്നില്ല അവിടെ. ഏതായാലും സതി ബാബുരാജ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകയാണ്. അവരുടെ ഭർത്താവും നമുക്ക് അത്ര കണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രേക്ഷകരിൽ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു കാരണവശാലും പൊതുവേദി മറക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വായിക്കാതിരിക്കുകയോ ചെയ്യില്ല. ദേശഭക്തി ഗാനം എന്നല്ലേ പറയുന്നത്, പറഞ്ഞതനുസരിച്ചാണ് പാടിയതെന്നും പറയുന്നു. വിപ്ലവഗാനം പോലെ ഗണഗീതം പാടരുതായിരുന്നു, രാഷ്ട്രീയം ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരരുതെന്ന് സുനിമോൾ പറയുന്നു. മായാപിള്ള പറയുന്നു രണ്ടായാലും കുഴപ്പമില്ല, വിപ്ലവം വേണ്ട എന്ന് പറയുന്നു. ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ഇസാക്ക് എന്നോട് ചോദിക്കുന്നു. അമ്പലത്തിൽ പുഷ്പനെ അന്വേഷിക്കേണ്ട, ഭഗവാൻ പുഷ്പനെ അറിയാം, പുഷ്പനെ ഇല്ലാതാക്കിയവരെയും അറിയാമെന്ന് പറയുന്നു. ബിന്ദു ഉണ്ണി എന്തോ എനിക്കെതിരെ വലിയ ശക്തമായ വിമർശനമാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, News 18 പോക്ക് ഇത് എവിടേക്കാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഈ ചാനൽ കാണുമ്പോൾ ഞങ്ങൾ കാണുന്നത് ആണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഹിന്ദുവിൻ്റെയാണ് ക്ഷേത്രം, അല്ലാതെ നിങ്ങളുടെ നാമം ഹിന്ദുവായിട്ട്
കാര്യമില്ല. എന്താണ് ബിന്ദുവിന് എനിക്ക് എന്താണ് ന്യൂസ് 18-നുമായി ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് എനിക്കറിയില്ല. കാരണം പൊതുവേദിയോട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം വരേണ്ട കാര്യമില്ല. പൊതുവേദിയിലെ അഭിപ്രായങ്ങൾ പറയുന്നത് പ്രേക്ഷകരാണ്, അവരെല്ലാം പല അഭിപ്രായക്കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായ ആ അഭിപ്രായങ്ങളെല്ലാം കേട്ട് നമുക്കതിൽ ശരിയെന്ന് തോന്നുന്ന അഭിപ്രായത്തോടൊപ്പം നിൽക്കുകയാണ് ശ്രീ ബിന്ദു ചെയ്യേണ്ടത് എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ന്യൂസ് 18 അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടും പോക്ക് എന്നൊരു ലക്ഷ്യമില്ല. ഒരു വിവാദം വന്നപ്പോൾ അതിലെ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ ഞങ്ങൾ ശ്രമിച്ചു എന്ന് മാത്രം. അമീസ് പറയുന്നു വിപ്ലവ ഗാനം വേണ്ട, അത്രയേ ഉള്ളൂ, അതൊക്കെ വെളുപ്പിക്കാൻ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ദൈവങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ പാർട്ടിക്കാർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. കേശവ ഭാരതം തന്നെയാണ് ഭാരതം, പിന്നെ ഓക്കെ കേശവ ഭാരതം തന്നെയാണ് ഭാരതം, കൃഷ്ണനും ശിവനും ദേവിയും ഒന്നും വേണ്ട, ചാനലിൻ്റെ ഒരു അധോഗതി എന്ന് പറഞ്ഞു. ഞങ്ങൾ കൃഷ്ണനോ ശിവനോ ദേവിയോ കേശവനോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഈ നാടിൻ്റെ നിയമം ഉയർത്തിപ്പിടിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നാട് സ്വതന്ത്രമാകുന്ന ഘട്ടത്തിൽ ഈ നാടിൻ്റെ രാഷ്ട്രശില്പികൾ ഉദ്ദേശിച്ച ഒരു ഭാരതമുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിയാൻ കഴിയുന്ന ഒരു നാടാകും എന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടും ഞങ്ങൾക്കില്ല. അതാണ് ബിന്ദു പറയുന്നത്. ജാക്സൺ പറയുന്നു മലപ്പുറത്ത് ഒരു വീട്ടിൽ പ്രസവം നടത്തി സ്ത്രീ മരിച്ചു, അതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ ഈ വക കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കും. ജാക്സൺ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ പ്രസവം നടത്തി ഒരു സ്ത്രീ മരിച്ചൊരു സംഭവമുണ്ട്, നമ്മളത് വിശദമായി ചർച്ച ചെയ്യുന്നുമുണ്ട്. അത് എല്ലാം കൂടി ഒരേ പരിപാടിയിൽ ചെയ്യേണ്ട എന്നുള്ളതാണ്. ആ വിഷയം വൈകുന്നേരങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. നമുക്ക് അത്തരം വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആളുകളുടെ ആരോഗ്യവും പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം തന്നെ നമുക്കുണ്ട്. ഓക്കെ നമ്മുടെ അടുത്ത ഞാനൊരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യം വരികയാണ്, പക്ഷേ പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുന്നു. ജോസഫ് KM എന്നോട് പറയുന്നത് ദൈവത്തെ ആരാധിച്ച് പാടിയതിന് ചോദ്യം ചെയ്തവർക്ക് ദൈവത്തിൻ്റെതായ മറുപടി കിട്ടുക തന്നെ ചെയ്യും എന്ന് പറയും. ഞാൻ ശ്രീ ജോസഫെ ഒരു വലിയ വിശ്വാസിയാണ് കേട്ടോ. അപ്പോൾ ഈ ദൈവത്തിനെ നമുക്ക് പറ്റിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ. നമുക്ക് മനുഷ്യരെ പറ്റിക്കാം, അവനവനെ പറ്റിക്കാൻ പറ്റില്ല, ദൈവത്തെയും പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഉറപ്പായ ഒരു കാര്യം അറിയാം, നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാം, നമുക്ക് സ്വയം പറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ അടുത്ത പ്രേക്ഷകൻ എൻ്റെ പ്രശാന്ത് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രശാന്ത് എവിടുന്നാണ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എവിടെ നിന്ന്? തൃശ്ശൂർ പീച്ചി. പീച്ചി ഒല്ലൂർ മണ്ഡലം. പിന്നെ ഒല്ലൂർ പീച്ചി എനിക്കറിയാവുന്ന സ്ഥലമാണ്. ഞാൻ ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്, പീച്ചി ഡാമിലൊക്കെ. അത് നമ്മുടെ KFRA ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടുന്നാണ് സംസാരിക്കുന്നത്. ശ്രീ പ്രശാന്ത് ഈ ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല അനുഭവം? തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ പയ്യൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. അപ്പം ഇങ്ങനെ ഒരാളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഉത്സവം നടത്തുമ്പോൾ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ മേലെ ഉള്ളത്. ഒരു വശത്ത് അതിൻ്റെ ചടങ്ങുപരമായ കാര്യങ്ങൾ ഉണ്ടാകും, അത് ശ്രദ്ധിക്കാൻ ഒരു പക്ഷേ അതിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകൾ ഉണ്ടാകും. മറുവശത്ത് ഈ ഇത്തരം പരിപാടികളാണ്. ഇത് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് നിൽക്കാറില്ല. ചിലപ്പോൾ ഇത് അവിടെ പലതരം വ്യക്തികൾ വരും, പല രാഷ്ട്രീയ ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എത്ര കണ്ട് നിയന്ത്രിക്കാൻ കഴിയും? നമ്മുടെ രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് എത്ര കണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രശാന്ത് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും സർ പറയുന്നതിൽ എനിക്ക് മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് എന്താ കേസുണ്ടെങ്കിൽ, ഒരു ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. അതിനേക്കാൾ ഉപരി സംഭവം രാഷ്ട്രീയം അതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്നതാണ്. അത് ക്ഷേത്രാചാരങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കാനേ പാടുള്ളൂ, ആ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്ത്. എനിക്കും വ്യക്തമായ ഒരു രാഷ്ട്രീയമേ ഉള്ള വ്യക്തിയാണ്. എങ്കിൽ കൂടി ഞാൻ എന്റെ ക്ഷേത്രത്തില് അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതും ചെയ്യാനായിട്ട് മറ്റുള്ളവരെ അനുവദിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഞങ്ങളുടെ അവിടുത്തെ ഉത്സവം കഴിഞ്ഞത്. അപ്പോൾ പോലും നമ്മൾ അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതിന് വ്യക്തമായി നമ്മൾ അതിനു വേണ്ടി പോലീസിന്റെയും മറ്റുള്ള ആളുകളുടെയൊക്കെ സഹായങ്ങൾ തേടിയിട്ടുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ ഒരു പ്രേക്ഷകൻ കോട്ടുകല്ലിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൃത്യം ചിത്രം കിട്ടുമല്ലോ, എന്താണ് ആ കോട്ടുകല്ലിൽ അവിടെ ഉണ്ടായതെന്ന്. പ്രവീൺ കോട്ടുകല്ലിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ പ്രവീൺ, ഈ കോട്ടുകൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? അവിടെ ഉത്സവത്തിന് പോയിരുന്നു? അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പേ സാറേ, ഞങ്ങൾ ഈ ഒരു ഹലോ
ഞങ്ങളെ നിങ്ങളുടെ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിലേക്ക് വിളിച്ചത് സാറേ. ക്ഷേത്രത്തിൽ ദേശഭക്തി ഗാനമോ അല്ലെങ്കിൽ ഗണഗീതമോ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് പോകുന്നത്. സാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാർത്തകളെല്ലാം കൈകാര്യം ചെയ്യുന്നു, നമ്മൾ വാർത്തകളെല്ലാം കാണുന്ന ഒരാളാണ്. അപ്പോ RSS നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിനെ പറ്റി പി പരമേശ്വരൻ എന്ന് പറയുന്ന എഴുതുന്ന സമയത്ത് അദ്ദേഹം ഹെഡ്ഗേവാറിനെ പറ്റിയാണ് എഴുതിയെന്നാണ് അദ്ദേഹം തന്നെ പറയുന്ന വരികയാണുള്ള ഈ വരികൾ. നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന് പറയുന്ന ഹെഡ്ഗേവാറിനെ നമസ്കരിച്ചുകൊണ്ട് പി പരമേശ്വരൻ എഴുതിയ ഗണഗീതമാണല്ലോ ഈ പാട്ട്. അത് സാറെ കേൾക്കാവോ? കേൾക്കുന്നു. അപ്പോൾ ഇത്രയും ബോധമുള്ള നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ക്ഷേത്രത്തിൽ ഗണഗീതം പാടുന്നത് ശരിയോ എന്ന് വേണ്ട സാറേ ഇതിടാൻ. ഇതൊരു കൺഫ്യൂസിംഗ് ആയി പ്രേക്ഷകർക്ക് തോന്നുന്ന രൂപത്തിൽ ആ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ശരിയല്ല എന്നൊരു പരാതിയുണ്ട്. അല്ല അതായത് നമ്മള് ഇത് മറുവിഷവും ഒരു പറയുന്നുണ്ടല്ലോ. മറുവശം ഞാൻ ചോദിക്കുന്നതല്ല സാറേ, ഇത് എഴുതിയിരിക്കുന്നത് പി പരമേശ്വരനാണ്. പി പരമേശ്വരൻ എഴുതിയിരിക്കുന്നത് ഹെഡ്ഗേവാറിനെ പ്രകൃതിച്ചൊന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വരികളാണ്. അപ്പൊ അത്രയും തെളിവും എവിഡൻസും മുമ്പിൽ ഉണ്ടായിട്ടും അത് ഗണഗീതം പാടുന്നത് ശരിയോ എന്ന് ചോദിക്കുന്നതിന് പകരം ഗണഗീതമോ ദേശഭക്തി ഗാനമോ എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ വാർത്തയുടെ കൺഫ്യൂഷൻ ഇല്ലെന്നേ. അതിനാണല്ലോ ശ്രീ പ്രവീൺ കോട്ടുകലിലെ കാര്യം പറയട്ടെ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അതിലൊരു കൃത്യത വരും. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു ക്ലാസ് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്, അവിടെ പാടിയത് ഇന്നതാണ്, അങ്ങനെ പറയാൻ എനിക്ക് അധികാരമില്ല. ഇത് കേൾക്കുന്നേ പ്രവീൺ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് പ്രവീൺ എന്നെ കുറ്റപ്പെടുത്തി, ഇനി ഇതിന് മറുപടി നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? പ്രവീൺ എന്നെ ഒരു കുറ്റപ്പെടുത്തി, ഞാൻ അതിന്റെ മറുപടി എന്റെ ഭാഗം കേൾക്കാം. അല്ല, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ? അപ്പൊ അതിനൊക്കെ അങ്ങ് കുറച്ച് നിശബ്ദരായണ്ടേ? അപ്പൊ ഒരു സ്ഥലത്ത് ഒരു വിവാദം ഉണ്ടായി. ഒരു പക്ഷേ ആ വിവാദം പറയുന്ന ആൾ പറയുന്നതായിരിക്കാം ശരി, ഇങ്ങനെ ഗണഗീതം പാടി എന്ന് തന്നെയായിരിക്കും ശരി. മറ്റൊരാൾ അതിന് വേറൊരു ആർഗ്യുമെൻറ്റുമായി വരികയാണ്, അത് ദേശഭക്തി ഗാനമാണ്, കേശവൻ എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളിവിടെ പാടുമ്പോൾ ഉദ്ദേശിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് എന്നൊരു ആരോപണം, എന്നൊരു വിശദീകരണം വേറൊരു വശത്ത് വരികയാണ്. അപ്പം ഞാൻ ഈ രണ്ട് വിശദീകരണങ്ങളും വെക്കുന്നു, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതേ ഒരു മാധ്യമത്തിന് ചെയ്യാൻ കഴിയൂ. അല്ലാതെ അങ്ങ് വിചാരിക്കുന്ന ഒരു മിനിറ്റ് പറയണ്ട, നിൽക്കും ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്യുക? ഒരു വിഷയം വരുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. ഉടനെ ഓക്കെ ഞങ്ങളിത് അന്വേഷിച്ചു കണ്ടെത്തി കഴിഞ്ഞു എന്നല്ല പറയും, മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതും കൂടി കേൾക്കും. എന്നിട്ട് ഇവർ പറയുന്നത് ഇതാണ്, മറ്റേ ഇതെന്താണ് പറയാൻ ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്നേ. നിങ്ങൾ ഒരു ശരി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് വേറെ ആരും ഇനി സംസാരിക്കേണ്ട. അതല്ല ഞങ്ങളുടെ നിലപാട്. ഈ പ്രവീണും ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പ്രവീൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതാണ് ശരിയെന്ന്, ഇതിന് മറുവശമില്ല, വേറെ ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ അതുകൊണ്ടാണ് എന്നെ പറയാൻ അനുവദിക്കാത്തത്. അങ്ങയുടെ അപ്പോൾ മാധ്യമം എന്താണ് ചെയ്യുന്നത്? മാധ്യമങ്ങൾ ചെയ്യുന്ന രണ്ടുപേരുടെയും ആ വിവരങ്ങൾ കൊടുത്തതിന് ശേഷം അത് വായിക്കുന്ന ആൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും, ഇത് രണ്ടും കേട്ടിട്ട്. അപ്പോൾ പ്രവീൺ എങ്ങനെ തീരുമാനിക്കാം പ്രവീൺ എന്താണ് ഇതിൽ ശരിയെന്ന് തോന്നുന്നത്? അല്ല, ഞാനിത് വിധി പ്രഖ്യാപിക്കുന്ന ഒരു ജഡ്ജല്ല. ഞാൻ സാറിനോട് വിധി പ്രഖ്യാപിക്കാനല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് RSSന്റെ ഒരു നേതാവ് അവരുടെ നേതാവിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു വരികൾ അത് കൃത്യമായി ഇന്നയാൾ എഴുതി ഇന്നയാളെ പറ്റി എഴുതി എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ പാടിയത് കേശവനെ കുറിച്ചാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതും കൂടി കേൾക്കണ്ടേ? അത് കേട്ടിട്ട് അങ്ങ് തീരുമാനിച്ചോ ഇത് ഗണഗീതമാണോ ദേശഭക്തി ഗാനമാണോ മതഗാനമാണോ? സാർ നേരത്തെ ചോദിച്ചതുപോലെ കോട്ടുകളെ ബന്ധപ്പെട്ട് സാറിന് അറിയേണ്ട കാര്യം ചോദിക്കും, ഞാൻ പറയാം. അല്ലപ്പോ ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? ഇതിപ്പോ ഒരു വലിയ വിവാദമായി. അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉപദേശക സമിതിയുടെ ഈ ക്ഷേത്രോപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് അടക്കം ആ ഉപദേശക സമിതി അംഗമടക്കം ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വിശ്വാസ സമൂഹം, ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതിഷേധം നിൽക്കുകയാണ്. അവിടെ ഈ പാട്ട് പാടുന്നതിനൊപ്പം ആ ക്ഷേത്രാങ്കണത്തിൽ മുഴുവൻ RSSന്റെ കൊടിതോരണങ്ങൾ, അവിടെ ബജ്രംഗിയുടെ ഒരു കൊടി കെട്ടിയതിനു ശേഷം പിന്നീട് വലിയ പൊതുജന പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇവർ അഴിച്ചു മാറ്റി. വലിയ ജനപ്രതിഷേധം ഉണ്ടായതിന്റെ ഭാഗമായി ഇവർ അവസാനം ആ ബജ്രംഗിയുടെ സ്ഥാനം ഒഴിച്ചു മാറ്റി. അതിനുശേഷം അവിടെ ഹിന്ദു വർഗീയ സംഘടനകളുടെ പേരിലുള്ള ടീഷർട്ടൊക്കെ ധരിച്ച് അവിടെ ഒരു ഭീകരാന്തരം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഉത്സവപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം RSSന്റെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ പരമാവധി പേർ ഇവിടേക്ക് കൊടിതോരണങ്ങളുമായി എത്തിച്ചേരണം എന്നൊരു ഭീഷണി സന്ദേശം മുഴക്കി. അത് പുറത്തു വന്ന് പോലീസിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ജനങ്ങൾ പരിഭ്രാന്തരായി. അവിടേക്ക് ആളുകൾ വരുന്നതിന് മടിച്ചു. അങ്ങനെ പോലീസ് ഇന്നലെ വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇവരൊരു ഗ്രൂപ്പിലൂടെ അറിയിപ്പ് കൊടുക്കുകയാണ്, നമ്മൾ ഗണഗീതം പാടിയ ബന്ധപ്പെട്ട്
ഇവിടെ വലിയ പോലീസ് നടപടി ഉണ്ടാകുന്നു, അതുകൊണ്ട് എല്ലാവരും കയ്യിലുള്ള കൊടികളുമായി വരണമെന്ന് RSSന്റെ ഗ്രൂപ്പ് വഴി പ്രചരണം നടക്കുന്നു. അത് പോലീസിലേക്ക് എത്തുന്നു. പോലീസ് ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. അങ്ങനെ പോലീസ് അവിടെ വലിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടെ യാതൊരു തരത്തിലും സാധാരണക്കാരൻ ഒരു വിശ്വാസിയായ മനുഷ്യന് ക്ഷേത്രത്തിലേക്ക് മനസ്സമാധാനത്തോടെ പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം അവിടുത്തെ ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവിടുത്തെ നിലവിലുള്ള സാഹചര്യം. അവിടുത്തെ എന്താണ് ഈ ബജ്രംഗ് ദളിന്റെ കൊടി അവിടെ ആദ്യം ഉണ്ടായിരുന്നു അല്ലേ? ബജ്രംഗ് ദൾ ഉണ്ടായിരുന്നു സാറേ. അതിന്റെ ഫോട്ടോ നിങ്ങൾ കാണിക്കുന്ന ആ വീഡിയോയിൽ ആദ്യം ഉണ്ട്. ഇത് ഉപദേശ സമിതി അംഗങ്ങളും ഉത്സവ കമ്മിറ്റിയിലെ ചില ആളുകളും അടക്കം നിന്ന് കെട്ടുന്ന വീഡിയോ അടക്കം അത് വേണമെങ്കിൽ നമ്മൾ അയച്ചിടാൻ തയ്യാറാണ്. അതിന്റെ അടക്കം വീഡിയോ വെച്ചിട്ടാണ് ഈ പരാതി പോയിരിക്കുന്നത്. അല്ല, ഞാനൊരു സംശയം കൂടി അങ്ങ് അവിടുത്തുകാരനായി ചോദിക്കട്ടെ. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടിയപ്പോൾ ഈ ഉത്സവത്തിന് മുന്നേ ആരും ഇത് പാടില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അപ്പൊ എന്താണ് അവരൊരു വിശദീകരണമായി നൽകിയത്? ഇത് ഉത്സവത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഉത്സവത്തിന്റെ ആദ്യ ദിവസം തലേ ദിവസമാണ് ഇത് കെട്ടുക. അപ്പൊ അന്ന് രാത്രി തന്നെ ഈ ഉപദേശസമിതി പ്രസിഡന്റിനോടും ഉപദേശസമിതി സെക്രട്ടറിയെയും ഈ ഉപദേശസമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അഖിൽ ശശി ഫോണിൽ ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന പോലെയാണ്, പ്രത്യേകിച്ച് കോർട്ടുകളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാ മതക്കാരുടെ എല്ലാം പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വർഗീയ രാഷ്ട്രീയ സംഘടനയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് പോകുന്നത് ശരിയല്ല, ഇത് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഒരു 3 മണി വരെയും അവരിത് അഴിച്ചു മാറ്റും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയം ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിരുന്നു. അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് എന്നതിനപ്പുറം ക്ഷേത്ര മൈതാനിയിൽ കെട്ടിയിരിക്കുന്നതെല്ലാം അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് ശേഷവും ഇവരിത് അവിടെ അഴിച്ചു മാറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇവർ ഈ പരാതിയുമായി സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഉപദേശക സമിതിയിൽ കൂടുതലും RSS BJP അനുഭാവികളാണോ ഇതിലുള്ളത്? ഉപദേശ സമിതിയിൽ കുറച്ചധികം RSS BJP അനുഭാവികളാണ്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആൾക്കാരും ഒന്ന് രണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം RSS അനുഭാവികളാണ്. ചിലപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചു മാറ്റണം എന്ന് ഇവരോട് ആവശ്യപ്പെടുന്നത്. ഇവർ അഴിച്ചു മാറ്റാതിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം 3 മണിക്ക് പരാതികൾ പോകുന്നത്. എന്നിട്ട് അതേ ദിവസം തന്നെ രാത്രി 11:30 ആരംഭിച്ച ഗാനമേള വെളുപ്പാങ്കാലത്ത് 1 മണിയോടുകൂടി ഇവർ ഈ RSSന്റെ ഗണഗീതം പഠിക്കുകയാണ്. ഇവരതിൽ ദേശഭക്തി ഗാനങ്ങളായിട്ടുള്ള ഗണഗീതങ്ങളും പാടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന RSS ഇങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിപാടി സ്പോൺസർ ചെയ്തിരുന്ന ടീമും ഒപ്പം അവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇവർ പറയും പോലെ ആണെങ്കിൽ പരമപവിത്രമതാമി മണ്ണിൽ എന്ന് പറയുന്ന ഒരു RSSന്റെ ഗണതയോടെ പാടിയിരുന്നു. പക്ഷെ അത് വേണമെങ്കിൽ ദേശഭക്തി ഗാനമായിട്ട് ഇവർക്ക് വാദിച്ച് ജയിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ പരാതി ആരും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഹെഡ്ഗേവാറിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ഇന്നയാൾ എഴുതി എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇവരുടെ ഗണഗീതമായിരിക്കുന്ന പാട്ട്, ഒരാളെ പറ്റിയുള്ള പാട്ട് അവിടെ പാടി. ഈ മറ്റേ പരമപവിത്രമതാമി മണ്ണിൽ എന്ന പാട്ട് അവിടെ ആദ്യം പാടി, പക്ഷെ അതിനാരും അത് അവസാനം അത് ചെയിൻ സോങ്ങിന്റെ ഭാഗമായി ആ പാട്ടും പാടിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പരാതി പോയിട്ടില്ലല്ലോ. ചെയിൻ സോങ്ങിന്റെ ഭാഗമായി പരമപവിത്രമതാമിൽ വന്ന RSSന്റെ ഗണഗീതം തന്നെയാണ്. അതും ഈ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഗാനമേള സംഘം അങ്ങ് പാടുകയാണോ? ഈ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ടുള്ള പാട്ട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതിൽ ഗാനമേള സംഘത്തിനെതിരെ കേസെടുക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ടുള്ള പാട്ട് ഗാനമേള സംഘം മുൻകൂട്ടി ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി ചിട്ടപ്പെടുത്തി വരികയായിരുന്നു. അപ്പൊ അതാണ് ഈ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ട് പാടുന്നത്. പക്ഷെ അതിന് മുൻപാണ് ഈ RSSന്റെ ഗണഗീതം. അത് ഈ സ്പോൺസർ ചെയ്ത ടീമും അവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ചില ഉപദേശ സമിതി അംഗങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് അവരവിടെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ആ പാട്ട് പാടുന്നത്. പക്ഷെ അത് പാടിയതിനു ശേഷം ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അതിൽ ഒരുപക്ഷെ ഇവർ പറയും പോലെ രാഷ്ട്രീയത്തിനുള്ള മുദ്രാവാക്യങ്ങളും ഇവരുടെ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ട്. രണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോ അതിലാണ് പ്രതിഷേധം. ഇവർ ദേശഭക്തിഗാനം പാടിയാൽ ആർക്കും പ്രതിഷേധമില്ല. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം കൂടി താങ്കൾ അവിടുത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, പൊതുജനങ്ങൾക്ക് അതൊക്കെ അറിയാൻ വേണ്ടിയും കൂടിയാണ്. ഈ അങ്ങ് പറഞ്ഞല്ലോ ഇവർ ഇത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു, ആളുകൾ അവിടെ കൂടുതലായി വരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പോലീസ് അവിടെ വന്നു. അപ്പോൾ ഇപ്പൊ അതിന്റെ ഒരു അനന്തരഫലമായി എന്ത് സംഭവിച്ചു? ആ പോലീസിന് അവരെ തിരിച്ചയക്കാൻ കഴിഞ്ഞോ അതോ എന്താണ്? അതിന്റെ അനന്തരഫലമായി പോലീസ് ആവശ്യത്തിൽ നടപടിയെടുക്കുകയും ആ പ്രദേശത്തേക്ക് വലിയ രൂപത്തിൽ പോലീസ് ആവശ്യത്തിൽ വളരെ മാതൃപരമായിട്ടാണ് ഇടപെട്ടത്. പോലീസ് ആവശ്യത്തിൽ ആ പ്രദേശത്തേക്ക് വലിയ രൂപത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മെസ്സേജ് ഇട്ട വ്യക്തിയോട് ഇവിടെ വരരുതെന്ന് ഇവർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ തന്നെ നേതാക്കളാണ് വിഷയം ചേർത്ത് കൊടുക്കുന്നത്. RSSന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് എന്തായാലും പ്രദേശ CPM-ന്റെ കോൺഗ്രസ് നേതാക്കൾ കിട്ടത്തില്ലല്ലോ. ആ വാർത്ത ഇവരുടെ ഇടയിൽ തന്നെ ഒരുപക്ഷെ ഇവർക്കിടയിൽ പോലും ഇത്രയും തീവ്രമായി ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രതിഷേധമുള്ളവരുണ്ടെന്നാണ് എന്നുള്ളത്. RSSന്റെ ഗ്രൂപ്പുകളിലും BJP ഗ്രൂപ്പുകളിലും പോലും ഇത്തരം ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. ക്ഷേത്രത്തിന്റെ കോട്ടിക്കൽ മഞ്ഞിപ്പോ ക്ഷേത്രം പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരുന്ന ക്ഷേത്രമാണ്. അതിന്റെ പവിത്രതയെ തകർക്കുന്ന രൂപത്തിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന്
ഇവരുടെ ഉത്സവ അകത്തും ഉപദേശ കമ്മിറ്റിക്കകത്തും RSSന്റെ അകത്തും ആൾക്കാർക്ക് ചിന്തയുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ RSSനെ പോലെ ഒരു കേന്ദ്ര പാർട്ടിയുടെ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജ് പുറത്തു വരില്ലല്ലോ. ഇന്ന് വൈകുന്നേരം സംഘപ്രവർത്തകർ മുഴുവൻ പേരും കയ്യിലുള്ള കൊടുക്കടങ്ങൾ എത്തിച്ചെന്നുള്ള ക്ലോസ്ഡ് സർക്യൂട്ടിൽ അയച്ച മെസ്സേജ് പുറത്തു വരികയും അത് പോലീസിലേക്ക് എത്തുകയും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മാതൃകാപരമായി ഇടപെടുകയും കൂടുതൽ പോലീസ് സന്നാഹം അവിടെ എത്തിക്കുകയും ചെയ്യല്ലോ. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പല ദിവസങ്ങൾ ഇപ്പൊ രാത്രിയിൽ സാധാരണ പൊതുജനങ്ങൾക്ക് അവിടേക്ക് പരിപാടിക്ക് പോകാൻ പേടിയാവുന്ന സാഹചര്യമായി. വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി ഒരു ഭീകരാന്തര സൃഷ്ടിച്ചാണ് ഈ പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ ഒന്നാമത്തെ അനന്തരഫലം. സാധാരണ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയാണല്ലോ ഇത്തരം പരിപാടികൾ കാണാൻ അതെ 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 ഇവരുടെ ഗാനമേളയിൽ ഇവർ പറയുന്ന ഗാനമേളയിൽ ജനഗീതം പാടിയതിനു ശേഷം അവിടെ തന്നെ ഭൂരിഭാഗം ആൾക്കാരും പോകുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അത് മാത്രമല്ല ഇപ്പോ ഈ പ്രദേശത്ത് രാത്രി ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ മാത്രം നിലയുള്ളതുപോലെ 10 മണിക്കും 11 മണിക്കൊക്കെ ശേഷം പരിപാടി നടത്താതിനെ പറ്റി പോലീസ് തന്നെ ഒരു ആശങ്ക നിൽക്കുകയാണ്. പോലീസും കാരണം ഇത്തരത്തിൽ ഇവർ ഏത് സമയത്താണ് സംഘടിച്ചതെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും കലാപത്തിനുള്ള ആഹാരം ഉണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് അവിടെ പരിപാടി നടത്തുന്ന സമയം നിജപ്പെടുത്തുന്നതിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുമ്പ് കോട്ടക്കൽ ഉത്സവത്തിൽ എത്ര മണി വരെയാണെങ്കിലും പരിപാടി നടക്കുമായിരുന്നു, സമാധാനമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മാനസിക വിഷമവും ബുദ്ധിമുട്ടുമാണ്. ഞങ്ങൾക്കെന്നല്ല ഈ പ്രദേശത്ത് പ്രവീണിന്റെ ഇത് പ്രതികരണം വ്യക്തമാണ്. നമ്മുടെ സമയം അതിക്രമിച്ചത് കഴിഞ്ഞതുകൊണ്ടാണ്. ഏതായാലും അവിടെ നിന്ന് തന്നെ പ്രവീൺ അവിടുത്തെ വിശദാംശങ്ങൾ നൽകി, മറ്റ് പ്രേക്ഷകർക്ക് അവർക്ക് പറയാനുള്ളത് നൽകി. ഏതായാലും വളരെ നന്ദി പ്രവീൺ. അവിടെ നിന്ന് പൊതുവേദിയിലേക്ക് വിളിക്കുകയും പ്രവീണിന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതിന്. സന്തോഷ് വർമ്മ ഗുജറാത്തിലെ പഞ്ച് മഹലിലിരുന്ന് പൊതുവേദി കാണുന്നു. നിരവധി ക്ഷേത്രങ്ങളുണ്ട്, ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണഗീതം പാടാറുണ്ട് ഗുജറാത്തിൽ എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ഗോളാനന്തരം ഉണ്ട്. ശശിധരൻ പിള്ളை നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, നിരവധി പ്രേക്ഷകർ ചേർന്നിട്ടുണ്ട്. ജോസഫ് ഇതിനെ എതിർക്കുന്നു, ഈ പ്രവീണിനെ. അതേസമയം ഷാജി അദ്ദേഹത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി അവസാനിക്കുന്നതിന് മുമ്പ് ഇത് ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന ചോദ്യം ഞങ്ങൾ യൂട്യൂബിൽ വെച്ചിരുന്നു പ്രേക്ഷകർക്ക് മുമ്പിൽ. ദേശഭക്തി ഗാനം എന്ന വിശദീകരണം ന്യായമോ എന്ന് ചോദിക്കുമ്പോൾ 60% ആളുകളും ശരിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.